യൂട്യൂബർ ഖാദർ കരിപ്പൊടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി കാസർഗോഡ് കോടതി. അഹമ്മദ് എന്ന യുവാവിനെ മർദ്ദിച്ച കേസിലാണ് മുൻകൂർ ജാമ്യം തള്ളിയത്. പോലീസ് കോടതിയിൽ നൽകിയത് ഖാദർ കരിപ്പൊടിക്ക് അനുകൂലമായ നിലപാടെന്നും പരാതിക്കാരൻ. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഈ യൂട്യൂബർ ഖാദർ കരിപ്പൊടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ കാസർഗോഡ് കോടതി തള്ളിയിട്ടുള്ളത്. അതേസമയം തന്നെ ഈ ഖാദർ കരിപ്പൊടി ഒളിവിലാണ്. ഇതുവരെയും പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇനിയെങ്കിലും പിടികൂടും എന്നുള്ള ഒരു പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ടോ ഈ പരാതിക്കാരനുമൊക്കെയും? KP വധശ്രമ കേസിലാണ് യൂട്യൂബറായിട്ടുള്ള ഖാദർ കരിപ്പൊടിയുടെ ജാമ്യാപേക്ഷ കാസർഗോഡ് കോടതി തള്ളിയത്. ഈ സുഹൃത്ത് കൂടിയായിട്ടുള്ള അഹദ് എന്ന യുവാവിനെ മർദ്ദിച്ച കേസിലാണ് ഈ പോലീസ് ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. ഈ കേസെടുത്തതിന് പിന്നാലെ ഖാദർ കരിപ്പൊടി ഒളിവിൽ പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഒളിവിൽ ഇരുന്നു കൊണ്ടും ഇദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു. ഒളിവിൽ ഇരുന്നു കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വീഡിയോ അടക്കം പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ ഖാദർ കരിപ്പൊടിയുടെ ജാമ്യാപേക്ഷ കാസർഗോഡ് കോടതി തള്ളിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ഒരു പരാതി ഈ പരാതിക്കാരനടക്കം ഉന്നയിക്കുന്നുണ്ട്. ഈ കോടതിയിൽ പോലും പോലീസ് ഖാദർ കരിപ്പൊടിക്ക് അനുകൂലമായിട്ടാണ് നിലകൊണ്ടത് എന്നുള്ള ഗുരുതരമായ പരാതി കൂടി ഉയരുന്നുണ്ട്. അതായത് ഈ ഖാദർ കരിപ്പൊടിക്കെതിരെ മുൻപും പല ക്രിമിനൽ കേസുകളുണ്ട്. ഈ പരാതിക്കാരന്റെ വക്കീൽ കോടതിയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഖാദർ കരിപ്പൊടി ഒരു കൊടും ക്രിമിനലാണ് എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഇയാൾക്ക് ജാമ്യം നൽകാൻ പാടില്ല. 2 നോൺ ബെയിലബിൾ കേസ് ഇയാൾക്കെതിരെ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ ഈ പരാതിക്കാരന്റെ വക്കീലിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജാമ്യാപേക്ഷ റദ്ദ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ പോലും ദിവസങ്ങൾ, ഈ അതിക്രമം നടന്നതിന് ശേഷം മാസങ്ങൾ പിന്നിടുകയാണ്. അപ്പോൾ പോലും ഖാദർ കരിപ്പൊടി എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം തരാൻ കാസർഗോഡ് പോലീസിന് കഴിഞ്ഞിട്ടില്ല. അന്വേഷണം നടക്കുന്നുണ്ട്. ഖാദർ കരിപ്പൊടി കർണാടകയിലേക്ക് കടന്നു എന്നൊക്കെയാണ് അന്വേഷണ സംഘം പറയുന്നത്. പക്ഷെ ഇപ്പോൾ പോലും എവിടെയാണ് ഈ ഖാദർ കരിപ്പൊടി ഒളിവിൽ കഴിയുന്നത് എന്നതിനെ കുറിച്ച് ഒരു സൂചന പോലും ഈ കാസർഗോഡ് പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. KP, ഖാദർ കരിപ്പൊടിയെ തൊടാതെ പോലീസ്. അനഘ ഹർഷനാണ് വിശദാംശങ്ങൾ നൽകിയത്.